ഓരോ ദേശത്തിനും ഓരോ കഥകളുണ്ട്, ഓരോ ഓർമ്മകളുമുണ്ട്. ചിലത് എഴുതി വെച്ചവ, ചിലത് നമ്മൾ കേട്ടവ. ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ മോണിപ്രഭ, ഒരു ശരാശരി മലയാളം. ഐതിഹ്യമാല ട്രാവൻകൂർ സീരീസിലെയും മലബാർ സീരീസിലെയും ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾ ഇതിനകം കേട്ടിരിക്കുമെന്ന് കരുതുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നും ഞാൻ കരുതുന്നു. ലെജൻഡ്സ് ദാറ്റ് എക്കോ ഐതിഹ്യമാല കൊച്ചിൻ സീരീസിൽ ആദ്യമായി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഐതിഹ്യമാലയിലെ 79ാമത്തെ കഥയായ ഇളയടത്ത് തൈക്കാട്ടുമൂസ് എന്ന കഥയാണ്. ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. ശ്രീ കൊട്ടാരത്തിൽ ശങ്കണ്ണിയുടെ മനോഹരമായ അവതരണ ശൈലിയും 100-150 വർഷം മുമ്പ് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന മലയാള ഭാഷാ പ്രയോഗങ്ങളും ഈ കഥകൾ വായിച്ചപ്പോൾ ഞാൻ ആസ്വദിച്ചതുപോലെ നിങ്ങളും ആസ്വദിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഐതിഹ്യമാലയുടെ തനതായ ശൈലിയിൽ ഞാൻ ഈ കഥകൾ വിവരിക്കുന്നത്. ഈ അവതരണ ശൈലി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റിൽ രേഖപ്പെടുത്തുക. കേരളത്തിലെ ഏറ്റവും പ്രശസ്ത ഗ്രന്ഥമായ ഐതിഹ്യമാലയിലെ ഉള്ളടക്കങ്ങൾ, അതായത് ഈ കഥകൾ, ആസ്വദിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം എൻ്റെ ഈ വിവരണ ശൈലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഉപേക്ഷിക്കരുത്. ദയവായി നിങ്ങളിത് ഫീഡ്ബാക്കിൽ അറിയിക്കുക. നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഐതിഹ്യമാലയിലെ ചില കഥകൾ കുറച്ച് നീണ്ടതാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ എപ്പിസോഡ് 10 മിനിറ്റിനുള്ളിൽ നിർത്തണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് എനിക്ക് ചില കഥകൾ ചുരുക്കി പറയേണ്ടി വരും. കഥയുടെ അന്തസത്ത അഥവാ എസൻസ് നഷ്ടമാവാതെ ചുരുക്കി പറയാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എന്നെ അറിയിക്കുക. തൈക്കാട്ടുമൂസ് എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഞാനും കേട്ടിട്ടുണ്ട്. ഈ കഥ നടക്കുന്നത് തൃശ്ശൂരാണ്. ഇതത്ര പഴയ കഥയൊന്നുമല്ല കേട്ടോ. ഇളയടത്ത് തൈക്കാട്ടുമൂസന്മാരുടെ ഇല്ലം കൊച്ചി സംസ്ഥാനത്ത് തൃശ്ശിവപേരൂർ താലൂക്കിൽ ഉള്ളൂർ തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് ഒരു നാഴിക അകലെ. ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റാണ്. അതായത് ഒല്ലൂർ സ്റ്റേഷനിൽ നിന്നും 24 മിനിറ്റ് യാത്ര ചെയ്താൽ തെക്ക് തൈക്കാട്ടുശ്ശേരി എന്ന ഭാഗത്താണ്. അവിടെ ആ ഇല്ലത്തിൽ ജ്യേഷ്ഠൻ മൂസും അദ്ദേഹത്തിന് അനുജനുമായി 2 മൂസുമാരുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരുപോലെ വിദ്വാൻമാരും വൈദ്യശാസ്ത്ര നിപുണരുമായിരുന്നു. എങ്കിലും അവരിൽ ജ്യേഷ്ഠനായ പരമേശ്വരൻ മൂസിന് ചില സമയങ്ങളിൽ സ്വല്പം ഉന്മാദത്തിൻ്റെ ഛായ, ചിത്തഭ്രമം ഉണ്ടാകുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ രോഗികൾ ചെല്ലുകയോ രോഗികളെ കാണിക്കാനായി അദ്ദേഹത്തെ ആരും കൊണ്ടുപോവുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. അതെല്ലാം അനുജൻ മൂസിനെ കൊണ്ടാണ് എല്ലാവരും നിർവഹിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പൂമുള്ളി മന നമ്പൂതിരിപ്പാട്ടിലേക്ക് എന്തോ സുഖക്കേടുണ്ടാവുകയാൽ അനുജൻ മൂസിനെ കൂട്ടിക്കൊണ്ടു ചെല്ലാനായി തൈക്കാട്ടേക്ക് ഒരാളെ അയച്ചു. അയാൾ അവിടെ എത്തിയപ്പോൾ ഇല്ലത്ത് അനുജൻ മൂസ് ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ ഞാൻ വരാം എന്ന് ജ്യേഷ്ഠൻ മൂസ് പറഞ്ഞു. എന്നാൽ അയാൾക്ക് അത് സ്വീകാര്യമായിരുന്നില്ല. അനുജൻ വരുമ്പോൾ വിവരം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് അയാൾ ഉടനെ പോവുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ പരമേശ്വരൻ മൂസിന് ദുസ്സഹമായ മനസ്താപമുണ്ടായി. ഈ കുടുംബത്തിൽ ജനിച്ച് ഞാൻ എന്തിനാണ് ഈ അവസ്ഥയിൽ ജീവിക്കുന്നത്? ഇങ്ങനെ വരുന്നത് ഈശ്വരാനുഗ്രഹം ഇല്ലാഞ്ഞിട്ട് തന്നെ ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഈശ്വരനെ സേവിക്കാമെന്ന് കരുതി വളരെ നിഷ്ഠയോടുകൂടി പെരുമരത്ത് ക്ഷേത്രത്തിൽ ഭജനം തുടങ്ങി. ആ ഭജനം വളരെ നിഷ്ഠയോടുകൂടി തന്നെ എന്ന് മാത്രമല്ല, അദ്ദേഹം 12 സംവത്സരം നിർവിഘ്നമായി നിർവഹിക്കുകയും ചെയ്തു. ഭജനം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിനുണ്ടായിരുന്ന ചിത്തഭ്രമം നിശേഷം ഭേദപ്പെടുകയും ബുദ്ധി ചാണയിൽ തേച്ചുമിനിക്കിയ രത്നം പോലെ പൂർവാധികം തെളിയുകയും അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രതിദിനം ധാരാളം രോഗികൾ വന്നു തുടങ്ങുകയും ചികിത്സകൾ ഒന്നും തെറ്റാതെ എല്ലാം ഫലിക്കാനും തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഖ്യാതി ലോകം മുഴുവനും വ്യാപിക്കപ്പെട്ടു. ജ്യേഷ്ഠൻ മൂസിൻ്റെ ചികിത്സാ വൈദഗ്ധ്യം വിവരിക്കാൻ 3-4 സന്ദർഭങ്ങൾ അഥവാ 3-4 കഥകൾ ശ്രീ കൊട്ടാരത്തിൽ ശങ്കണ്ണി വിവരിച്ചിട്ടുണ്ട്. അതിൽ 2 മാത്രം ഞാൻ നിങ്ങൾക്കായി വിവരിക്കാം. ആദ്യത്തെ കഥ ഇങ്ങനെയാണ്. ഇളയടത്ത് തൈക്കാട്ടില്ലത്തിന് സമീപം തന്നെയുള്ള ഒരു മനയിലെ ഒരു നമ്പൂതിരിക്ക് തുടയിൽ വലിയൊരു ചൊറി തുടങ്ങി. നമ്പൂരി അത് പരമേശ്വരൻ മൂസിനെ കാണിച്ചപ്പോൾ അത് കേവലം നിസ്സാരമായ ചൊറിയല്ല, ചികിത്സയൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞു. ഇത് ദേഹം മുഴുവൻ വ്യാപിക്കും, ഒടുവിൽ അപായകരമായി തീരുകയും ചെയ്യും. ചികിത്സയൊന്നും സാധ്യമല്ല എന്നാണ് ജ്യേഷ്ഠൻ മൂസ് പറഞ്ഞത്, അതായത് പരമേശ്വരൻ മൂസ് പറഞ്ഞത്.
അത് കേട്ട് നമ്പൂരിക്ക് വളരെ വിഷമമുണ്ടായി. അദ്ദേഹം സുഹൃത്തുക്കളിൽ പലരോടും ഇത് പറഞ്ഞു. കേട്ടവരെല്ലാം പറഞ്ഞത്, എന്നാൽ ഇനി അതിനെക്കുറിച്ച് ഒന്നും വിചാരിക്കാനില്ല. പരമേശ്വരൻ മൂസ് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റുകയില്ല എന്നാണ്. എന്നാൽ മറ്റൊരു സ്നേഹിതൻ, അങ്ങനെ അങ്ങ് തീർച്ചയാക്കാൻ വരട്ടെ. ഈശ്വരൻ വിചാരിച്ചാൽ അസാധ്യമായിട്ട് എന്താണ് ഉള്ളത്? അങ്ങ് പോയി ആദിത്യനെ നമസ്കാരം ചെയ്യൂ, സുഖം കിട്ടും എന്ന് പറഞ്ഞു. ഇത് കേട്ട ആ നമ്പൂരി തുടർച്ചയായി സൂര്യ നമസ്കാരം തുടങ്ങി. ഉദയം തൊട്ട് കിഴക്കോട്ട് 1008 ഉച്ചതിരിഞ്ഞ് പടിഞ്ഞാട്ട് 1008 ഇങ്ങനെ പ്രതിദിനം 2016 നമസ്കാരം വീതമായിരുന്നു പതിവ്. ഇങ്ങനെ 41 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്പൂരിയുടെ ദേഹം കരിക്കട്ട പോലെ കറുക്കുകയും കറുത്തതായ ഒരു അടുക്ക് തൊലി ദേഹത്തിൽ നിന്ന് പൊഴിഞ്ഞു പോവുകയും ചെയ്തു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ചൊറി നിശേഷം മാറുകയും ചെയ്തു. അദ്ദേഹം പൂർവാധികം സുന്ദരനായി ഭവിക്കുകയും ചെയ്തു. നമ്പൂരി സുഖം പ്രാപിച്ച ശേഷം ജ്യേഷ്ഠൻ മൂസിൻ്റെ അടുക്കലെത്തി അദ്ദേഹത്തോട് ഈ വിവരം അറിയിച്ചു. ഞാൻ ഈശ്വരനല്ല, മരുന്ന് സേവിച്ചാൽ സാധ്യമായ രോഗങ്ങൾ മാത്രമേ ഭേദപ്പെടുകയുള്ളൂ. ഈശ്വരനെ സേവിച്ചാൽ അസാധ്യമായ രോഗങ്ങൾ ഭേദപ്പെടും. ഞാൻ അന്ന് ചികിത്സ വല്ലതും പറഞ്ഞിരുന്നുവെങ്കിൽ അങ്ങ് അത് ചെയ്യുകയല്ലാതെ ആദ്യത്തെ നമസ്കാരം തുടങ്ങുകയില്ലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ചികിത്സയോ വല്ലതും ചെയ്തിരുന്നെങ്കിൽ ദീനം ഭേദമാവാതെ ഇതിനു മുമ്പ് അങ്ങ് മരിക്കുമായിരുന്നു. അതിനിടയാകാതെ ഇപ്പോൾ സുഖമായല്ലോ, സന്തോഷമായി എന്നാണ് മൂസ് മറുപടി പറഞ്ഞത്. ആ നമ്പൂരി പിന്നെയും വളരെ കാലം സസുഖം ജീവിച്ചു. ഇതാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്ന ആദ്യത്തെ കഥ. ജ്യേഷ്ഠൻ മൂസ് നല്ല ഒരു വൈദ്യൻ മാത്രമായിരുന്നില്ല, രോഗിയെ അറിഞ്ഞ് ചികിത്സാവിധി തീരുമാനിക്കുന്ന ഒരു വൈദ്യൻ കൂടിയായിരുന്നു. ഒരു തികഞ്ഞ ഈശ്വരഭക്തൻ കൂടിയായിരുന്നു എന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്ന ആദ്യത്തെ കഥ. ഇനി രണ്ടാമത്തെ കഥ ഇങ്ങനെയാണ്. പരമേശ്വരൻ മൂസ് ഒരിക്കൽ ഗുരുവായൂർക്ക് പോയപ്പോൾ വഴിമധ്യേ 3 ആളുകളെ മാലയണിയിച്ച് വാദ്യഘോഷങ്ങളോടുകൂടി കൊണ്ടുപോകുന്നത് കണ്ടു. അവരെ പുനത്തൂർ രാജാവിൻ്റെ വിധിപ്രകാരം തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുകയാണ് എന്നാണ് കൂടെ ഉണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇതറിഞ്ഞ മൂസ് അവരിൽ ഒരാളെ കൊണ്ടുപോകണമെന്നില്ല എന്ന് പറഞ്ഞു. രാജകൽപ്പന നടത്താതിരിക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ ആ ഉദ്യോഗസ്ഥന്മാർ മൂസിൻ്റെ വാക്കിനെ വകവയ്ക്കാതെ അവരെ 3 പേരെയും കൊലസ്ഥലത്തേക്ക് കൊണ്ടുപോയി. കഴുമരങ്ങൾ നാട്ടിയിരുന്നത് ഒരു പുഴയുടെ വക്കത്തായിരുന്നു. കഴിവേറ്റുന്നതിന് മുമ്പ് അവർക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയും നിവൃത്തിയുള്ളതെല്ലാം സാധിക്കുകയും അന്നത്തെ പതിവായിരുന്നു. അതിനാൽ ആ ചോദ്യം ആ ഉദ്യോഗസ്ഥർ കുറ്റക്കാരോട് ചോദിച്ചപ്പോൾ അവരിൽ 2 പേർ ആഗ്രഹമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ മൂന്നാമത്തെയാൾ ഒരാവശ്യം ഉന്നയിച്ചു. അപ്പോൾ ആ പുഴവക്കത്ത് നിൽക്കുന്ന തെങ്ങിന്മേൽ കയറി ഒരു കരിക്ക് പറിച്ച് അവിടെ ഇരുന്ന് തന്നെ കുടിക്കണം എന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞു. ഓടി രക്ഷപ്പെടാൻ സ്ഥലമില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥർ അത് സമ്മതിച്ചു. അനുവാദം കിട്ടിയ ക്ഷണത്തിൽ ഒരായുധം കൊണ്ട് തെങ്ങിന്മേൽ കയറി ഒരു കരിക്ക് പറിച്ചെടുത്ത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെത്തി കുടിച്ചു. അതിനുശേഷം അയാൾ പുഴയിലേക്ക് ചാടുകയും നീന്തി മറുകരയിൽ പോയി രക്ഷപ്പെടുകയും ചെയ്തു. ഉദ്യോഗസ്ഥർ ശേഷമുണ്ടായിരുന്ന 2 പേരെ തൂക്കിക്കൊന്നതിന് ശേഷം തിരിച്ച് രാജകൊട്ടാരത്തിലെത്തി രാജാവിനെ വിവരമറിയിച്ചു. പരമേശ്വരൻ മൂസിനെ വഴിക്ക് വെച്ച് കണ്ട കാര്യം അറിയിക്കുകയും ചെയ്തു. ഉടനെ തന്നെ രാജാവ് പരമേശ്വരൻ മൂസിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തെ രാജസന്നിധിയിൽ ഹാജരാക്കുകയും ചെയ്തു. രാജാവ് മൂസിനോട് ഇപ്രകാരം ചോദിച്ചു. കൊല്ലാൻ കൊണ്ടുപോയപ്പോൾ കൊണ്ടുപോകണമെന്നില്ല എന്ന് താങ്കൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? മൂസിൻ്റെ ഉത്തരം ഇതായിരുന്നു. അവനെ മരണലക്ഷണം ബാധിച്ചിരുന്നില്ല. അതിനാൽ കൊണ്ടുപോയാലും കൊല്ലാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ചാണ് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ രാജാവ് ചോദിച്ചു, എന്നാൽ ഞാൻ എന്നു മരിക്കുമെന്ന് പറയാമോ? മരിക്കുന്നതിന് മുമ്പ് കുറച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് എന്നാണ് രാജാവ് പറഞ്ഞത്. മരണം എന്നെങ്കിലും ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ എന്നും ചെയ്യാം എന്നായിരുന്നു മൂസിൻ്റെ മറുപടി. എന്തായാലും അവിടുന്ന് മരിക്കുന്നതിന് തലേ ദിവസം ഞാൻ ഇവിടെ വരും എന്ന് പറഞ്ഞ് പരമേശ്വരൻ മൂസ് അവിടെ നിന്ന് പോയി. അങ്ങനെ 5-8 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം വൈകുന്നേരം മൂസ് പുനത്തൂർ കൊട്ടാരത്തിലെത്തി. പിറ്റേ ദിവസം രാജാവിൻ്റെ തിരുനാളായിരുന്നു. അന്ന് ആ ബഹളത്തിനിടയിൽ രാജാവിനെ കാണാൻ മൂസിന് സാധിച്ചില്ല. പിറ്റേന്ന് രാവിലെ തന്നെ നേരത്തെ കുളിയും കഴിഞ്ഞ് ആഹാരവും കഴിച്ച് വളരെ വേഗം തന്നെ രാജസന്നിധിയിലെത്തി. അവിടെ ചെന്നപ്പോൾ രാജാവ് ഊണ് കഴിക്കുകയായിരുന്നു. രാജാവിന് ഉറത്തൈര് വിളമ്പിയ സമയത്താണ് മൂസ് അവിടെ എത്തിയത്. ഉറത്തൈര് കൂട്ടി ഒരു ഉരുള കഴിച്ചപ്പോൾ തന്നെ രാജാവിന് തല കറങ്ങുന്നത് പോലെ തോന്നി. തല തിരിയുന്നു എന്ന് തോന്നുന്നുവല്ലോ എന്ന് പറയുകയും 2 കവിൾ ഛർദ്ദിക്കുകയും ചെയ്തു.
ഉടനെ തന്നെ മൂസ് അടുക്കലുണ്ടായിരുന്ന ഇളയ രാജാക്കന്മാരോട് ക്ഷണത്തിൽ പിടിച്ചെടുത്ത് അവിടെ മാറ്റിക്കിടത്തണം, പുല്ലും മണലും വിരിച്ച് നിലത്ത് കിടത്തിയാൽ മതി എന്നും പറഞ്ഞു. അവരപ്രകാരം ചെയ്യുകയും അപ്പോഴേക്കും മൂസ് പുറത്തിറങ്ങി പോവുകയും ചെയ്തു. ഉടനെ തന്നെ രാജാവ് മരിക്കുകയും ചെയ്തു. ഇതാണ് രണ്ടാമത്തെ കഥ. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരമേശ്വരൻ മൂസിന് മരണം പ്രവചിക്കാനുള്ള കഴിവ് കൂടി ഉണ്ടായിരുന്നു എന്നാണ്. ഇതുകൂടാതെ വേറെയും പല കഥകളുണ്ട് കേട്ടോ. എല്ലാം ഒന്നും ഞാനിവിടെ വിവരിക്കുന്നില്ല. ഈ മഹാവൈദ്യൻ മരിക്കാറായപ്പോൾ സ്വയമേവ മെത്തയിൽ നിന്ന് മാറി തെക്കോട്ട് തലയായിട്ട് നിലത്ത് കിടക്കുകയും ചെയ്തു അത്രേ എന്നാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത്. ഇളയടത്ത് തൈക്കാട്ടിലെ എല്ലാ മൂസന്മാരും നല്ല വൈദഗ്ധ്യമുള്ളവരാണെന്ന് പേര് സമ്പാദിച്ചിട്ടുള്ളവരാണ്. ആ കുടുംബക്കാരുടെ പ്രസിദ്ധി മേലും വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ സർവേശ്വരൻ സദയം സഹായിക്കട്ടെ എന്നു പറഞ്ഞുകൊണ്ടാണ് ഈ കഥ നിർത്തുന്നത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൈക്കാട്ട് മൂസന്മാർ ആയുർവേദ വൈദ്യന്മാരാണെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ ഐതിഹ്യമാലയിലെ ഈ കഥ വായിച്ചതിന് ശേഷം മാത്രമാണ് അവർ ഇത്ര ചരിത്ര പ്രാധാന്യമുള്ള വൈദ്യന്മാരാണ് എന്നെനിക്ക് മനസ്സിലായത്. നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ നടക്കുന്നതായി പറയപ്പെടുന്ന ഈ സംഭവങ്ങളെ എത്ര മനോഹരമായ കഥാരൂപേണയാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞിരിക്കുന്നത്. ഈ കഥയിൽ വിവരിക്കുന്ന തൈക്കാട്ടുമൂസ് കുടുംബവും അവരുടെ ആയുർവേദ പ്രാക്ടീസും ഒക്കെ ഇപ്പോഴും നല്ല രീതിയിൽ കേരളത്തിലുണ്ട്. നമ്മൾ ഈ കഥയിൽ കേട്ട മൂസന്മാരുടെ കുടുംബാംഗങ്ങളുടേതാണ് തൃശ്ശൂരിലുള്ള വൈദ്യരത്നം എന്ന ആയുർവേദ സ്ഥാപനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ സ്ഥാപനത്തിൻ്റെ ഭാഗമായി 25 ആശുപത്രികളും 500-ൽ പരം ഉൽപ്പന്നങ്ങളും 3ഓളം ഉൽപ്പാദന കേന്ദ്രങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ തൃശ്ശൂർ നിവാസികളാണെങ്കിൽ നിങ്ങൾ തൈക്കാട്ടുശ്ശേരി ഭാഗത്തുകൂടി കടന്നു പോയിട്ടുണ്ടാവാം. തൈക്കാട്ടുശ്ശേരി മനയും അനുബന്ധിച്ചുള്ള ആയുർവേദ സെൻറ്ററും മ്യൂസിയവും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇൻ്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ധാരാളം വീഡിയോകൾ കണ്ടു. തൈക്കാട്ട് മനയെക്കുറിച്ചും അവിടുത്തെ വൈദ്യന്മാരെക്കുറിച്ചും അവരുടെ നഴ്സിംഗ് ഹോം, റിസർച്ച് സെൻറ്റർ, മ്യൂസിയം, ഹെർബൽ ഗാർഡൻ ഇതൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഈ കഥയിൽ പറഞ്ഞിട്ടുള്ള തൈക്കാട്ടുശ്ശേരിയിൽ നിന്ന് ഒരു നാഴിക ഏകദേശം അരമണിക്കൂർ ദൂരത്തിലുള്ള ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? അടുത്ത തവണ നിങ്ങൾ ഒല്ലൂർ റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുമ്പോൾ ഈ കഥയെക്കുറിച്ച് ഓർക്കുമോ? തൈക്കാട്ടുശ്ശേരി മനയും അനുബന്ധിച്ചുള്ള ആയുർവേദ സെൻറ്ററുമൊക്കെ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ തൈക്കാട്ട് മൂസന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അസുഖത്തിനോ സുഖചികിത്സയ്ക്കോ തൈക്കാട്ട് മൂസന്മാരുടെ സഹായം എടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്തായാലും അടുത്ത തവണ തൃശ്ശൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും തൈക്കാട്ടുശ്ശേരി മൂസന്മാരുടെ ആശുപത്രി ഒന്ന് സന്ദർശിക്കണം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. താങ്ക് യു.